Hi all, my name is Amal and I am here with you the next session of PYQ Masterclass. So നമുക്ക് ഇന്ന് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് 10 ഇയേഴ്സിൽ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ ഡു യു ജസ്റ്റിഫൈ ദ വ്യൂ that the level of excellence of the Gupta numismatic art is not at all noticeable in later times? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു ന്യൂമിസ്മാറ്റിക് ആർട്ടിനെ നോർമലി അങ്ങനെ ചോദിച്ച് കാണാറില്ല. ആർട്ട് എന്ന് പറയുന്ന ഒരു ബ്രോഡ് കൺസെപ്റ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ന്യൂമിസ്മാറ്റിക് ആർട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ന്യൂമിസ്മാറ്റിക് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് 10 മാർക്കറാണ്. 2 പേജസിൽ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ 2 പേജിൽ നമ്മൾ ആൻസേഴ്സ് ഡെപ്പിക്റ്റ് ചെയ്യേണ്ടി. സോ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര പാർട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡു യു ജസ്റ്റിഫൈ ദ വ്യൂ ദാറ്റ് ലെവൽ ഓഫ് എക്സലൻസ് ഓഫ് ദ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ഇസ് നോട്ട് അറ്റ് ഓൾ നോട്ടീസബിൾ ഇൻ ലേറ്റർ ടൈംസ്? ഇവിടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ ആൾക്കാർക്ക് ഇത് പാർട്ട് ചെയ്യാൻ നോർമലി ആസ്പിറൻസിന് പാർട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് പാർട്ട് എന്താണെന്നൊന്നും കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളൊരു ക്ലൂ ഇല്ല. സോ നമ്മൾ പാർട്ട് ചെയ്യണം, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പാർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡു യു ജസ്റ്റിഫൈ ദ വ്യൂ ദാറ്റ് ദ ലെവൽ ഓഫ് എക്സലൻസ് ഓഫ് ദ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ട് ഈസ് നോട്ട് അറ്റ് ഓൾ നോട്ടീസബിൾ ഇൻ ലേറ്റർ ടൈംസ്? അപ്പോൾ ലേറ്റർ ടൈമിനെ പറ്റി പറയുന്നുണ്ട്, ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ടിനെ പറ്റി പറയുന്നുണ്ട്. സോ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ഒരു സിമ്പിൾ വേർഡിൽ നമ്മളായിട്ടുള്ള ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് എക്സലൻസ് പിന്നീട് ലേറ്റർ ടൈംസിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ട് എന്താണ്, എന്തുകൊണ്ടാണ് അത് എക്സലൻസ് അതിൻ്റെ എക്സലൻസ് എന്താണ്, എന്തുകൊണ്ടാണ് എക്സെപ്ഷണൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ടിനെ പറ്റി നമ്മൾ പറയണം ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ലേറ്റർ ടൈംസ് നോട്ട് അറ്റ് ഓൾ നോട്ടീസബിൾ ഇൻ ലേറ്റർ ടൈംസ്. സോ ഹൗ ഡു യു ജസ്റ്റിഫൈ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? അപ്പോൾ അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ട് അത് ലേറ്റർ ടൈംസിലേക്ക് അങ്ങനെ ആ ലെവൽ ഓഫ് എക്സലൻസ് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സെക്കൻഡ് പാർട്ടിൽ അഡ്രസ്സ് ചെയ്യണം. സോ ഫസ്റ്റ് പാർട്ട് ഇവിടെ നമുക്ക് ഒരു ഇൻട്രോ കൊടുക്കാം. 3 ലൈനിലൊരു ഇൻട്രോ, 10 മാർക്കറാണല്ലോ. ഒരു കൺക്ലൂഷൻ. സോ ഇവിടെ നമുക്ക് ഹെഡ് കൊടുക്കാം. ഇവിടെ നമുക്കൊരു വാല്യൂ അഡിഷൻ പോലെ ഒരു മാപ്പ് കൊടുക്കാം. ഗുപ്ത ഏജിലെ ഒരു മാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഗുപ്ത ഏജിൽ ഇപ്പോൾ മാപ്പ് വരയ്ക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റും. അതായത് സിമ്പിളായിട്ടൊരു മാപ്പ് വരയ്ക്കാം. അധികം ഓർണമെൻറ്റേഷനും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മാപ്പ് വരയ്ക്കാം. ഇത്തരത്തിലൊരു മാപ്പ് വരച്ച് ഗുപ്ത പീരീഡ് സൗത്ത് ഇന്ത്യയിലേക്ക് അധികം സ്പ്രെഡ് ആകാത്ത രീതിയിൽ ഗുപ്ത പീരീഡിനെ ആ ഒരു എംപയറിൻ്റെ എക്സ്റ്റൻഷനെ ഒന്ന് മാർക്ക് ചെയ്യാം. സോ എന്നിട്ട് നമ്മൾ പോയിന്റ്സ് എഴുതി തുടങ്ങാം. പിന്നീട് ഈ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹെഡ് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ലേറ്റർ ടൈംസ്, വൈ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ നോട്ടീസബിൾ ഇൻ ലേറ്റർ ടൈംസ് എന്നാണ് ഹെഡ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് അവിടെ എഴുതാൻ പറ്റും. സോ ആ രീതിയിൽ നമുക്കിവിടെ പാർട്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യനെ. സോ ഇവിടെ ഈ ഒരു വാല്യൂ അഡിഷൻ നല്ലതാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡയറക്റ്റീവ് വേർഡ് ഹൗ ഡു യു ജസ്റ്റിഫൈ എന്നാണ്. അപ്പോൾ ഇത് ഡിസ്ക്രൈബ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹൗ ഡു യു ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്റ്റീവ് വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് എവിഡൻസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഗുപ്ത ഏജിനേക്കാൾ ലേറ്റർ പീരീഡിൽ എന്തുകൊണ്ട് ലെവൽ ഓഫ് എക്സലൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള എവിഡൻസ്, ഗുപ്ത ഏജിലുള്ള എക്സലൻസിൻ്റെ എവിഡൻസ് നമ്മൾ കൊണ്ടുവരണം. ലേറ്റർ പീരീഡിൽ അത് കൊണ്ടുവന്നിട്ടില്ല. പിന്നീട് എക്സെപ്ഷണൽ ആയത് എന്തുകൊണ്ടാണ്, വൈ പാർട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അവിടെ സ്ട്രോങ് പാറ്റേണേജ് ഉണ്ടാവും, സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടാവും, സെൻട്രലൈസ്ഡ് അല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ടാവും, സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും. സോ ആ രീതിയിൽ വൈ പാർട്ട് നമ്മൾ, പിന്നെ ലേറ്റർ കോയിനേജുമായിട്ട് അനലിറ്റിക്കൽ പാർട്ട് ഇവിടെയാണ് വരുന്നത്. ലേറ്റർ കോയിനേജുമായിട്ട് കമ്പയർ ചെയ്യണം. ലേറ്റർ ഇയേഴ്സിൽ ഇല്ലാത്തത് ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലേറ്റർ ഇയേഴ്സിൽ പറ്റി പറയുന്ന സമയത്ത് ഗുപ്ത ഏജിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം ഇവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ലെവൽ ഓഫ് എക്സലൻസ് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മളവിടെ അനലിറ്റിക്കൽ പാർട്ട് കൊണ്ടുവരണം. പിന്നെ കൺക്ലൂഡ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈഡ് എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം. അത് ജസ്റ്റിഫൈ ആയിട്ടുണ്ടോ, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ കോർ തീം ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ടിനെ പറ്റിയിട്ടാണ്. ഇവിടെ ആർട്ട് എന്ന് പറഞ്ഞുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വളരെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും, നമുക്ക് അധികം പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് എത്ര പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. പക്ഷേ ഇവിടെ എക്സാമിനർ കറക്റ്റ് നമുക്കൊരു ഹിൻഡ് പോലെ ആർട്ട് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂമിസ്മാറ്റിക് ആർട്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ആർട്ട് എന്ന് പറയുന്ന
ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോയിൻസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്. സോ ആ ഒരു ആംഗിളിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 പോയിൻറ്റ്സും അല്ലെങ്കിൽ ഇത്രയും ഒരു 10-11 പോയിൻറ്റ്സ് നമുക്ക് ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ആർട്ടായിട്ട് കാണാം, ന്യൂമിസ്മാറ്റിക് ആർട്ട്. ഒരു ആർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, അവിടെ ഡിസൈൻ ഉണ്ടാവും, ബ്യൂട്ടി ഉണ്ടാവും, ഐക്കണോഗ്രാഫി ഉണ്ടാവും, ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ടാവും, സിംബോളിസം, എൻഗ്രേവിങ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രസൻ്റ് ആയിരിക്കും. സോ ആ രീതിയിൽ നമ്മൾ ആൻസറിന് നമുക്ക് ബ്രോഡൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ട് എക്സലൻ്റ് ആവാനുള്ള കാരണം അതിൻ്റെ ഡിസൈൻ എക്സലൻറ്റ് ഡിസൈൻ ആയിരുന്നു. അതിൽ അവർ ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്കണോഗ്രാഫി, ധാരാളം ഐക്കൺസ് അതിൽ. പിന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പ്, ആ സമയത്ത് ലെവൽ ഓഫ് എക്സലൻസ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ആ രീതിയിൽ സിംബോളിസം ഉണ്ടായിരുന്നു, എൻഗ്രേവിങ്സ് ഉണ്ടായിരുന്നു, ധാരാളം കാര്യങ്ങൾ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. സോ ആ രീതിയിൽ നമുക്കതിനെ വൈഡൻ ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ കാര്യങ്ങളും ഡീകോഡ് ചെയ്യാൻ പറ്റുമ്പോൾ തിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ആ സമയത്ത് ഗുപ്ത ഏജിനെ പറ്റി പറയുമ്പോൾ, ഗുപ്ത ഏജിലെ ലെവൽ ഓഫ് എക്സലൻസിനെ പറ്റി പറയുമ്പോൾ അവിടെ സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത ടു, കുമാരഗുപ്ത, സ്കന്ദഗുപ്ത, ആ റീജൻസിലുള്ള ആ ഒരു പാറ്റേണേജിലുള്ള ആൾക്കാരിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ആൻസേഴ്സിൽ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക്കൽ സോഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോയിനെ കാണേണ്ടത്. കോയിൻസിന് ഇവിടെ മിനിയേച്ചർ സ്കൾപ്ചേഴ്സ് ആയിട്ട് നമുക്ക്, അതായത് കോയിൻസിൽ മിനിയേച്ചർ സ്കൾപ്ചേഴ്സിൻ്റെ, ഇപ്പോൾ ഒരു സ്കൾപ്ചറിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രോഡായിട്ട് ഒരുപാട് പോയിന്റ്സ് എഴുതാം. അതേ പോയിന്റ്സ് നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ പറ്റും. അതായത് ഇതിനെ ഇപ്പോൾ ന്യൂമിസ്മാറ്റിക് ആർട്ട് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ എക്സാമിനർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളോട് അതിനൊരു ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു കാര്യമായിട്ട് കാണാനാണ്. സോ ആ രീതിയിൽ നമുക്ക് അതിനെ ബ്രോഡൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർട്ടിൻ്റെ പാർട്ടായിട്ട് നമുക്കതിനെ പോർട്രേച്ചർ, സ്കൾപ്ചറൽ ബ്യൂട്ടി, ഫൈൻ എൻഗ്രേവിങ്, സിംബോളിസം, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ രീതിയിൽ നമുക്കതിനെ വൈഡൻ ചെയ്യാൻ പറ്റും. പിന്നീട് ലേറ്റർ ടൈംസിലേക്ക് പോകുമ്പോൾ സമയത്ത് പോസ്റ്റ് ഗുപ്ത എന്തായിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ? ഹുണാസിൻ്റെ ഇൻവേഷൻ ഉണ്ടായിരുന്നു, വർദ്ധനാസ്, രാജ്പുത്സ്, ഏർലി മിഡീവൽ കിങ്ഡംസ്, ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ ഇതുപോലുള്ള റൂളേഴ്സിൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ സമയത്തുള്ള കോയിനേജിന് അല്ലെങ്കിൽ ആ സമയത്തുള്ള ന്യൂമിസ്മാറ്റിക്സ് ആർട്ടിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ പാറ്റേണേജിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കീവേഡ്സ് ഒക്കെ വെച്ച് നമുക്ക് ഇതിനെ എൻട്രി ചെയ്യാൻ പറ്റും. സോ തോട്ട് പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ തോട്ടിനെ വൈഡൻ ചെയ്തുകൊണ്ട് തന്നെ ചിന്തിക്കണം. വൈ ഗുപ്ത കോയിൻ ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസ് എന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസ് ആയത്? അല്ലാണ്ട് കോയിനേജിനെ മാത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സിനെ മാത്രമായിട്ട് ചിന്തിക്കരുത്. അതിനൊരു ആർട്ടായിട്ട് കാണണം. എക്സലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, പിന്നെ കമ്പാരിസൺ, അതൊരു അനലിറ്റിക്കൽ പാർട്ടിൽ കൊണ്ടുവരണം. ലേറ്റർ പീരീഡിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പീരീഡിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യം ആ സമയത്ത് ഗുപ്ത പീരീഡിൽ ഉള്ളതുകൊണ്ടാണ് അതിനെ നമുക്ക് എക്സലൻസ് കാണാൻ പറ്റിയത്. റീസൺ, ഡിക്ലൈനുള്ള റീസൺ, അത് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ. ലേറ്റർ പീരീഡിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കോയിൻസ് പിന്നീട് അതിന് അനുസരിച്ചിട്ട് വാട്ട് ഡിസപ്പിയർഡ് ആഫ്റ്റർ ഗുപ്തയ്ക്ക് ശേഷം എന്ത് ഡിസപ്പിയർ ആയി, ആ രീതിയിലൊക്കെ ചിന്തിച്ച് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഡയമെൻഷൻ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഒരു ലോജിക്കൽ ഫ്ലോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റാണ് ഇൻട്രൊഡക്ഷൻ, പിന്നീട് ഗുപ്ത എന്തുകൊണ്ട് അൺമാച്ച്ഡ് ആയി, പിന്നീട് ലേറ്റർ പീരീഡിലുള്ള ഒരു കാര്യം, ഒരു 6 പോയിൻറ്റ്സ് ഇതിലും 6 പോയിൻറ്റ്സ് ഇതിലും വന്നു കഴിഞ്ഞാൽ 50-50 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും. പിന്നീട് നമുക്ക് പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ഫൈനസ്റ്റ് റോയൽ പോർട്രേറ്റ്സ് ആണ് ഹണ്ടിങ് സീൻസ്, പ്ലേയിങ് വീണ. ഇപ്പോൾ സമുദ്രഗുപ്തയൊക്കെ കവിരാജ എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്ലേയിങ് വീണ, അതിൻ്റെ എവിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോഴ്സ് സാക്രിഫൈസ്, ആർച്ചറി, ലയൺ സ്ലേയിങ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാമായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. റോയൽ പോർട്രേറ്റ്സ് ഉണ്ടായിരുന്നു, ഫൈനസ്റ്റ് ആയിട്ടുള്ള റോയൽ പോർട്രേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡൈനാമിക് കമ്പോസിഷൻ ഉണ്ടായിരുന്നു. ഗുപ്ത പോയിന്റ്സ് എന്തിനൊക്കെയാണ്, അത് ഇമോഷനെ, ആക്ഷനെ, ഇതിനൊക്കെ ഡെപിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ രീതിയിൽ നമുക്കതിനെ ഈ രീതിയിൽ വൈഡൻ ചെയ്യാൻ പറ്റും. ഈ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ട്രിക്ട്ലി ന്യൂമിസ്മാറ്റിക് സ്ട്രിക്ട്ലി അതർ ചെയ്തോട്ടുള്ള പോയിന്റ് അല്ല ഇത്. ആർട്ടിനെ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ തീമിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ക്വസ്റ്റിനെ കാണേണ്ടത്. റിലീജിയസ് സിംബോളിസം, ലക്ഷ്മി, ഗരുഡ, ഗോഡസ്, സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സുപ്പീരിയർ എൻഗ്രേവിങ്സ് ഉണ്ടായിരുന്നു, ബോഡി പോർഷൻസ്, എലഗൻറ്റ് ഓർണമെൻറ്റ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവിടുത്തെ എവിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് എവിഡൻസ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. പിന്നെ ആർട്ടിസ്റ്റിക് വെറൈറ്റി ഉണ്ടായിരുന്നു, ആർച്ചർ, ടൈഗർ സ്ലെയർ, ലയൺ സ്ലെയർ, സോ ആ രീതിയിൽ. പിന്നെ ലേറ്റർ കോയിൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്
നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ക്രൂഡ് പോർട്രേറ്റ്സ് ആയിരുന്നു, സിംപ്ലിഫൈഡ് മോട്ടീവ്സ്, ലെസ് റിയലിസ്റ്റിക് ഫിഗേഴ്സ്, റെഡ്യൂസ്ഡ് ആർട്ടിസ്റ്റിക് ഡീൽ, ഫങ്ഷണൽ മിൻറ്റിങ്. അവർ കൂടുതലും ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല, മറിച്ച് ഫങ്ഷണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ധർമ്മം എന്താണ്, മണി അല്ലെങ്കിൽ കോയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ഉണ്ട്, ആ ഒരു പർപ്പസിനാണ് ലേറ്റർ പീരീഡിൽ അത് യൂസ് ചെയ്തത്. സ്ട്രിക്ട്ലി എന്നല്ല, മോറോർലെസ് അതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതിൽ ലെവൽ ഓഫ് ആർട്ടിസ്റ്റിക് എക്സലൻസ് പിന്നീട് കാണാതായത്. സോ ആ രീതിയിൽ നമുക്കിതിനെ വൈഡൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ഗുപ്ത ഏജിന് ശേഷം നമുക്കറിയാം വാട്ട് ഹാപ്പൻ ലേറ്റർ ഗുപ്താസ്. ആ സമയത്ത് ഫ്രാഗ്മെൻറ്റഡ് ആയി പൊളിറ്റി. സോ ആ രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് സ്ട്രോങ് അതോറിറ്റി അവിടെ ആബ്സെൻ്റ് ആയിരുന്നു. സോ ആ രീതിയിലുള്ള പാട്രണേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗോൾഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ലേറ്റർ പീരീഡിൽ. പിന്നീട് റീജിയണൽ കിങ്ഡംസ് അവരുടെ ഡിഫറെൻറ്റ് ഫിലോസഫി ആയിരിക്കും. സോ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തീമോ കാര്യങ്ങളോ ഒന്നും അതിൽ പിക്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ഷൻ, എക്കണോമിക് കോൺട്രാക്ഷൻ, യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവിൽ കോയിനെ കാണാൻ തുടങ്ങി. അതൊരു റീസൺ ആണ്. സോ ആ വൈ ആസ്പെക്റ്റിൽ നമുക്കിതൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ടെക്നോളജിക്കൽ ഡിക്ലൈൻ, അതായത് ഇപ്പോൾ ക്രാഫ്റ്റ്മാൻഷിപ്പും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ മെറ്റലർജി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡിക്ലൈൻ ചെയ്തു വന്നു. സോ അത് കോയിനേജിലും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഈ ഒരു കോയിനിൻ്റെ കാര്യത്തിലും റിഫ്ലക്റ്റ് ആയി. സോ ആ രീതിയിൽ നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുപ്ത ഗോൾഡ് കോയിൻസിനെ നമുക്ക് ഗുപ്ത പീരീഡിനെ തന്നെ ഗുപ്ത ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈം പീരീഡ് നമുക്കറിയാം. ഗുപ്ത പീരീഡിൻ്റെ 4th to 6th century CE ആണെന്ന് നമുക്കറിയാം. പിന്നെ അത് പിനാക്കിൾ ഓഫ് ഇപ്പോൾ നോർമലി ഗുപ്ത ഏജ് ഗോൾഡൻ ഏജ് ആണെന്ന് പറയുമ്പോൾ ന്യൂമിസ്മാറ്റിക്സിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ഏജ് ആണ്. സോ ആ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ക്രാഫ്റ്റ്മാൻഷിപ്പ്, ആസ്തറ്റിക് ബ്യൂട്ടി അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിനെ ക്വസ്റ്റ്യനായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. അപ്പോൾ റെയർലി അൺമാച്ച്ഡ് ഇൻ സബ്സിക്വൻറ്റ് സെഞ്ചുറീസ് എന്നുള്ള ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തു. സോ ആ രീതിയിൽ ക്വസ്റ്റ്യനുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ കുറച്ചുകൂടി ക്വസ്റ്റ്യനുമായിട്ട് അലൈൻഡ് ആയിരിക്കും. പിന്നെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗുപ്ത റൂളേഴ്സ് ട്രാൻസ്ഫോംഡ് കോയിനേജ് മോർ എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ടു മാസ്റ്റർ പീസ് ഓഫ് ദ മിനിയേച്ചർ ആർട്ട്, ആൾദോ ലേറ്റർ ഡൈനാസ്റ്റീസ് കണ്ടിന്യൂഡ് coinage tradition, aesthetic excellence, iconographic diversity and technical perfection of Gupta numismatic art remain largely unsurpassed. സോ ആ രീതിയിൽ നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ അവിടെ പറയാം, ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ബാലൻസ്ഡ് വേയിൽ കൺക്ലൂഡ് ചെയ്യാം. സോ പിന്നീട് ലേറ്റർ ഏജസിലുള്ള ലേറ്റർ ഡൈനാസ്റ്റീസിനൊന്നും ഈ ഒരു സംഭവം കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് പറയാൻ പറ്റും. സോ ഈ രീതിയിൽ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റം നമ്മൾ ആർട്ടിൽ നമ്മൾ ഇതിനെ ക്വസ്റ്റിനെ വൈഡൻ ചെയ്തു. സോ UPSC ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ഗൈസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ആർട്ടിനെ പലപ്പോഴും ആസ്പിറൻസ് ശ്രദ്ധിക്കാതെ പോവാണ്. സോ അപ്പോൾ കോയിനേജിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു ഒരുപാട് ടൈം കളയും, പിന്നീട് പോയിൻറ്റ്സിൻ്റെ എണ്ണവും കുറയും. സോ ആ രീതിയിൽ ആർട്ടിനെ വെച്ചുകൊണ്ട് ഇതിനെ വൈഡൻ ചെയ്യാൻ പറ്റും. UPSCയുടെ അധിക ക്വസ്റ്റ്യൻസിലും UPSC ഇതുപോലുള്ള ഒരു നമുക്കൊരു ഫേവർ ഹാൻഡ് UPSC തരും. ആ രീതിയിലുള്ള ഫേവർ ഹാൻഡ് ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ആ രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്കിതിനെ ഡീകോഡ് ചെയ്ത് നമുക്കിതിന് നല്ലൊരു ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വേണ്ടവർ ടെലഗ്രാം ചാനൽ വിസിറ്റ് ചെയ്യാം. UPSC പ്രിപ്പറേഷൻ, IAS ഫാക്ടർ UPSC പ്രിപ്പറേഷൻ ആണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. സോ ആ ടെലഗ്രാം ചാനൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.